ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മേ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോകും. അളിയൻ എന്തു പറ്റി? ദാ നോക്ക്. അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത്? ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ. ശരിക്കും എന്താ പറ്റിയത്? എന്താ പറ്റിയതോ? ഇടിയും തന്ന് മുഖത്ത് ചൂട് ചായ ഒഴിച്ചിട്ട്. അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ. പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അളിയ, ഞാൻ ഉണർന്നേനെ. അമ്മ വരാൻ ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു. അതുപോട്ടെ, അളിയൻ എന്ത് സ്വപ്ന കണ്ടത്? ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത്. അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്നമല്ലല്ലോ അളിയ. അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന. അളിയനൊന്ന് പിടിക്കോ? അവന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ വറക്കേണ്ടോ നോക്കട്ടെ. ദേഹം മുഴുവൻ പൊള്ളിയാൻ തോന്നുന്നു. ചൂട് ചായ മുഖത്തൊഴിച്ച്. ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? എന്താ അളിയ? അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ടാ. ഹലോ, മാളു എവിടെ? ഡ്യൂട്ടി കഴിഞ്ഞു. ഡ്രസ്സിംഗ് റൂമിലുണ്ടാവും. താങ്ക് യു. ഡ്രസ്സിംഗ് റൂം. ദൈവമേ, ആരും വരല്ലേ. മാളു ചക്കരക്കുട്ടി. അയ്യോ, സോറി. മാളു വന്ന് കരുതിയിട്ട. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? മാളു, നീ ഡ്രസ്സിംഗ് റൂമിലുണ്ടെന്ന് കരുതി ഞാൻ അതിനകത്ത് നിന്ന് കയറി. ഞാനില്ലാന്ന് അറിഞ്ഞോണ്ട് കയറിയതല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ സ്വഭാവം എനിക്ക് അറിയില്ലേ. പിന്നെ ഇന്ന് വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ? ഒരു കിടിലം പർച്ചേസ് ഉണ്ട് എന്റെ വക. അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ട് വിടുന്നില്ലേ? ഇന്ന് നീ ഒറ്റയ്ക്ക് പോയാ മതി. എനിക്ക് കൊറിയർ ഓഫീസിലെത്താൻ സമയമായി. ഓക്കെ, ബൈ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, കല്യാണം കഴിയട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇല്ല, അമ്മാവന്റെ മകളെ കെട്ടാൻ പോകുന്നേ ഉള്ളൂ. മോനെ, ഒരു ഉപദേശം തരാം. എന്താ? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ. അതായത് പുറത്തു നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതിയെന്നാ. എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ. ദേ, എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത്. ശരി, പോടോ അസൂയക്കളവാ. ഭാഗ്യം, ഇന്നെങ്കിലും ബ്രേക്ക് കറക്റ്റ് കിട്ടി. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്കിട്ട് കിട്ടിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെറുതെ നിൽക്കണോ? അതെ, ഒരു ലോഡ് പാഴ്സൽ വണ്ടിയിലുണ്ട്. എല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്ക്. വാ, സൂക്ഷിച്ചെടുക്കണടാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി. ജെൻസിക്ക് വല്ല കാര്യമുണ്ടോ അവനൊക്കെ സാറേ സാറെന്നൊക്കെ വിളിക്കാൻ? പിന്നെ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വല്ല സംശയം ഉണ്ടായ നമ്മളോടൊക്കെ ചോദിക്കണേ. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയൂ? ആരോടും പറയില്ല, ചോദിച്ചോ. 2 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. അതിനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇത്ര അത്യാവശ്യം? പറ്റിക്കഴിഞ്ഞ നിന്റെ ചേട്ടനാ. എന്താ ഏട്ടാ? അയ്യോ, എപ്പോഴായിരുന്നു? ബോധം വീണോ? എന്താടാ? കരയല്ല ചേട്ടാ ഇങ്ങനെ. ചേട്ടാ സമാധാനിക്ക്. ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ. ഞാൻ വരാം, പിന്നെ വരാം. ചേട്ടൻ വെച്ച് കരയല്ലേ? എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ച് പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? എടാ, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ 6 വിളക്കുണ്ട് വീട്ടില്. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ? കഴിഞ്ഞ മാസം ശമ്പളം നീ സമാധാനപ്പെടും. പാചകം കഴിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചേ, കവർ വല്ലതും ഉണ്ടെങ്കിൽ അന്നേ. വിളക്കാണ് പോലും.
ഇതാർക്കേത്? ബാബ കല്യാണി. ബാബ കല്യാണി, ബാബ കല്യാണി. സ്വാമി ശരണം. അതെ, ഒരാൾക്ക് ശ്രദ്ധയില്ല. ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ ദാ, പ്രിൻസേ ഇത് കൊണ്ടുപോയി പുറത്ത് കളഞ്ഞേ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങും തോപ്പായിട്ട് മാറും. എടാ, ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ലേ ഞാൻ എപ്പം നോക്കിയാലും പോവല്ലേ. പെമ്പിള്ളാറെ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് തന്നെ. എനിക്ക് മനസ്സിലായി. രമണി കെപി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപി. Come follow me, follow me. രമണി മോൾ ഇപ്പൊ വരും. Come follow me, follow me. ആരാ? ഞാൻ കൊറിയന്നാ. കണ്ടിട്ട് ആഫ്രിക്കയിൽ നിന്നാണെന്ന് കരുതി. കൊറിയല്ല, കൊറിയർ സർവീസ് കേട്ടിട്ടില്ലേ? സൂപ്പർ ഫാസ്റ്റ് കൊറിയർ. ഒരു കവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നേക്കും. സാറിനല്ല, പിന്നെ മാഡത്തിനാ. മേഡമോ? ആ, രമണി മാഡത്തിന്. രമണി മേഡമല്ല, മാനാ ഈ ഞാൻ. അയ്യേ, അതെങ്ങനാ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണീദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ ഈശ്വര റായി സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ. ഒരാള് വന്നിരിക്കുന്നത് എന്നാ ഒപ്പ് വേണ്ട. ഒരൊറ്റ ഒപ്പിയുണ്ടല്ലോ, രമണി ചാച്ചങ്ങായി. വാതിലും തുറന്നിട്ടിട്ട് നിന്റെ അച്ഛൻ ഇത് എവിടെ പോയതാടി? ടിവിയുടെ മുമ്പിൽ കാണും. റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ പറ്റിയച്ചാ? എല്ലാം പോയി മോളെ. ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മവാ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മവാ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? ഇല്ലമ്മാവാ, കുറേ നേരം ആയേ ഉള്ളൂ. ആ, നീ പോയി ചായ എടുക്ക്. ആ, നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ അതെ, എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ? നല്ല സീരിയലാ, തുടങ്ങാറായി. ഞാൻ കാണാൻ പോവുക. ഇങ്ങനെയുണ്ടോ സീരിയൽ ഭ്രാന്ത്?